ചേർത്തല സ്വദേശി ഐഷ തിരോധാന കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ചേർത്തല SHO നേതൃത്വം നൽകും. കേസിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ പങ്ക് തെളിഞ്ഞതോടെയാണ് നീക്കം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ കേസിൽ ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാവുക? പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ തെളിവ് ശേഖരണത്തിലേക്കടക്കം ഇനി കടക്കേണ്ടതുണ്ട്. നീക്കങ്ങൾ എങ്ങനെയായിരിക്കും അശ്വിൻ? വിജിത്ത്, ചേർത്തല സ്വദേശി ഐഷയെ കാണാതായി എന്നുള്ള പരാതി 2012 ചേർത്തല പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നീട് പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ചുമൊക്കെ കേസ് അന്വേഷിച്ചെങ്കിലും ഒരു തെളിവും ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരുന്നില്ല. പിന്നീട് പതിയെ അന്വേഷണം മന്ദഗതിയിലേക്ക് പോവുകയും ചെയ്തു. വീണ്ടും ഈ ജൈനമ്മ കേസ് സജീവമായതോടെയാണ് ഐഷ തിരോധാനം ശക്തമായി തന്നെ അന്വേഷണ പരിധിയിലേക്ക് വന്നത്. ഒരു തുടരന്വേഷണം ഇതിൻ്റെ ഭാഗമായി ചേർത്തല പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കിട്ടിയ ചില ശക്തമായ തെളിവുകൾ അത് സെബാസ്റ്റിനെതിരെയുള്ളതാണ്. ഈ കേസിലും സെബാസ്റ്റിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കണ്ടെത്തലുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പുതിയ പ്രത്യേക അന്വേഷണ സംഘം ഐഷ തിരോധാന കേസ് അന്വേഷിക്കാനായി രൂപീകരിച്ചിരിക്കുന്നത്. ചേർത്തല SHOയുടെ നേതൃത്വത്തിൽ 9 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇതിൽ സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ള വിവിധ സംഘങ്ങളിലെ വിദഗ്ധരായ ആളുകളാണുള്ളത്. അതായത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളാണ് അന്വേഷണ സംഘത്തിലുള്ളത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസ് ഫ്രെയിം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള അന്വേഷണമായിരിക്കും ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സംഘം തന്നെ പറയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഒപ്പം ഇത്രയും പഴക്കമുള്ള കേസാണ്. നിലവിൽ ഈ ഐഷ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല. അതുകൊണ്ട് എന്തായാലും വളരെ ശക്തമായ വസ്തുനിഷ്ഠമായ അന്വേഷണത്തിലേക്കായിരിക്കും പുതിയ അന്വേഷണ സംഘം കടക്കുക. റിജിത്ത്, ശരി, കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവ് ശേഖരണത്തിലേക്കായിരിക്കും ഇനി പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.